ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരെയും ഞാൻ ഇന്നത്തെ ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ കാണാൻ പോകുന്ന യെശയ്യാ പ്രവചന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളാണ്. അതിങ്ങനെ വായിക്കുന്നു: അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവ്, എന്നുള്ള സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥ, അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പിതാവേ, അടിയങ്ങൾ ഈ വചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പിതാവേ, ഈ വചനം എഴുതപ്പെട്ട ആത്മാവിലൂടെ സംസാരിക്കുവാൻ അവിടെ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. പിതാവേ, ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ അവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കുവാൻ അടിയങ്ങളെ അവിടെ നിന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാൽ അധികം നാമം നിറയ്ക്കണം. അല്ല, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ, ആമേൻ. 66 പുസ്തകങ്ങളുള്ളതായ വേദപുസ്തകത്തിലെ മറ്റൊരു വേദപുസ്തകമായി യെശയ്യാ പ്രവചന പുസ്തകം അറിയപ്പെടുന്നു. കാരണം 66 അധ്യായങ്ങളാണ് യെശയ്യാ പ്രവചന പുസ്തകത്തിനുള്ളത്. മറ്റു പ്രവചന പുസ്തകങ്ങളിൽ നിന്നൊക്കെയും യെശയ്യാ പ്രവചന പുസ്തകത്തെ വ്യത്യസ്തപ്പെടുന്ന അനേക കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചതായ അധ്യായം 6-ാമത്തെ അധ്യായത്തിലാണ് യെശയ്യാ പ്രവചന പുസ്തകത്തിൽ യെശയ്യാവ് എന്ന പ്രവാചകന്റെ വിളിയുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത്. സാധാരണയായി മറ്റ് പ്രവചന പുസ്തകങ്ങളിലൊക്കെ ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ, അതായത് 1, 2, 3 അധ്യായങ്ങളിലൊക്കെ പ്രവാചകന്റെ വിളിയുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങളെ വിവരിച്ചതിന് ശേഷമാണ് പ്രവചന പുസ്തകത്തിലെ അതിൻ്റെ പ്രവചനങ്ങളിലേക്ക് കടക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 1 മുതൽ 5 വരെയുള്ളതായ പുസ്തകങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അല്ലെങ്കിൽ യഹൂദ ജനത്തിൻ്റെ ദൈവത്തോടുള്ളതായ മറുതലിപ്പിനെയും അവരുടെ അനുസരണക്കേടിനെയും കുറിച്ചൊക്കെയും വിവരിച്ചതിന് ശേഷമാണ് 6-ാമത്തെ അധ്യായത്തിൽ യെശയ്യാ പ്രവാചകന്റെ വിളിയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ യെശയ്യാ പ്രവചന പുസ്തകം 6-ാം അധ്യായത്തെ ഒരു തൂങ്ങിക്കിടക്കുന്ന അധ്യായമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 1 മുതൽ 5 വരെയുള്ളതായ അധ്യായങ്ങളിൽ ദൈവത്തോട് മറുതലിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുകയും, അതിനുശേഷം പ്രവാചകന്റെ വിളിയെക്കുറിച്ച് 6-ാമത്തെ അധ്യായത്തിൽ പറയുകയും, അതിനുശേഷം 7 മുതൽ ഏകദേശം 13-ാമത്തെ അധ്യായം വരെ ഈ മറുതലിപ്പിൻ്റെ പരിണത ഫലങ്ങളെക്കുറിച്ചും അവരനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളെക്കുറിച്ചും അല്ലെങ്കിൽ ഒരുപക്ഷെ ന്യായവിധിയെക്കുറിച്ചൊക്കെയും പ്രസ്താവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. തുടർന്നുകൊണ്ട് അധ്യായങ്ങളിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തൂങ്ങിക്കിടക്കുന്ന അധ്യായമായിട്ട് കിടക്കുകയാണ്. ഇവിടെയാണ് യെശയ്യാ പ്രവാചകൻ എന്ന പ്രവാചകന്റെ വിളി, അതിൻ്റെ ആ നിർണായകമായിരിക്കുന്നതായ സാഹചര്യത്തെക്കുറിച്ച്, അതായത് യെശയ്യാ പ്രവാചകനെ എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും എന്തുകൊണ്ടാണ് യെശയ്യാ പ്രവാചകനെ വിളിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയും പറയുന്നതായ ഒരു അധ്യായം ആണ് 6-ാമത്തെ അധ്യായം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. 1, 2, 3 അധ്യായങ്ങളിലൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൈവം തൻ്റെ മക്കളെ, എൻ്റെ ജനത്തെ ഞാൻ മക്കളെ പോലെ പോറ്റി വളർത്തി. പക്ഷെ അവർ എന്നോട് മത്സരിക്കുകയാണ്, എന്നോട് മറുതലിക്കുകയാണ്, എന്നോട് അനുസരണക്കേട് കാണിക്കുകയാണ്. അപ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർത്താവ് അല്ലെങ്കിൽ ദൈവം അവിടെ പറയുന്ന ഇപ്രകാരമാണ്: പ്രകൃതിയിലുള്ളതായ സകല സൃഷ്ടിയും തൻ്റെ ഉടയവനെ അറിയുന്നു. അവിടെ പറയുന്ന കാള തൻ്റെ ഉടയവനെ, കഴുത തൻ്റെ യജമാനനെ ഒക്കെയും അറിയുന്നു. പക്ഷേ തൻ്റെ ജനം, മൈ പീപ്പിൾ, എൻ്റെ ജനം എന്ത് ചെയ്യുന്നില്ല, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്നോട് മറുതലിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ വിളിയുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു ദർശനം നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം യെശയ്യാ പ്രവാചകന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ ദൗത്യത്തെ അവിടെ പ്രസ്താവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലൂടെ പല പ്രവാചകന്മാരെയും പിതാക്കന്മാരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മോശയെ ദൈവം അങ്ങനെയാണ്, അതുപോലെ തന്നെ യിരെമ്യാവിനെ ദൈവം അങ്ങനെയാണ്, യെഹെസ്കേലിനെ ദൈവം അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ അവരെയൊക്കെയും വിളിക്കുന്നതിന് ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉള്ളതായിട്ട്, അല്ലെങ്കിൽ ദൈവം സ്വയമായി വെളിപ്പെടുത്തുന്നുള്ളതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യെശയ്യാവിനെയും അപ്രകാരം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കാണുന്നതായ ഈ ദർശനത്തിലും അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന് നൽകുന്നതായ ദൗത്യത്തിലും ആ ദൗത്യം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിലൊക്കെ ചില പ്രത്യേകതകളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ പ്രത്യേകതകളെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകനെ വിളിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യം എന്ന് പറയുന്നത്, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു രാജാവ് മരിച്ചതായ ഒരു ആണ്ടിലാണ് യെശയ്യാ പ്രവാചകനെ വിളിക്കുന്നത്. ഉസിയ എന്ന് പറയുന്ന ഒരു രാജാവിനെ, ആ രാജാവ് മരിച്ച ആണ്ടിലാണ്.
നമുക്കറിയാം, ഒരു മരണം എന്ന് പറയുന്ന എല്ലാവരെയും ദുഃഖം ആഴ്ത്തുന്നതായ ഒരു കാര്യമാണ്. ഈ ദുഃഖത്തിൽ ആണ്ടിരിക്കുന്നതായ ജനത്തിലേക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് യെശയ്യാവിൻ്റെ അടുക്കിലേക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. ഇവിടെ സ്വയം വെളിപ്പെടുത്തുന്നതായ സാഹചര്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ദൈവം സ്വയമായി വെളിപ്പെടുത്തുമ്പോൾ ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് യെശയ്യാ പ്രവാചകനെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സിംഹാസനത്തിലിരുന്ന് വാഴുന്നത് ദൈവം സ്വയമായി ഞാൻ ദൈവമാണ് എന്ന് പറയുക മാത്രമല്ല, ഞാൻ രാജാവ് കൂടിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് വെളിപ്പെടുത്തുന്നത്. പിന്നെ ചുറ്റും നിൽക്കുന്നതായ സാറാഫുകൾ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ഘോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഈ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ഘോഷിക്കുകയാണ്. അത് നമുക്കറിയാം, ഇവിടെ എബ്രായ ഭാഷയിൽ കാദോഷ് എന്ന് പറയുന്നതായ ഒരു പദമാണ് ഇവിടെ ഈ ഹോളി എന്നുള്ളതായ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. കാദോഷ് എന്ന് പറയുന്ന വാക്ക് വേദപുസ്തകത്തിൽ പല ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലായിടത്തും വിശുദ്ധൻ എന്നുള്ളതായ പദമല്ല, ചില ഭാഗത്തൊക്കെയും വേർതിരിക്കപ്പെട്ടതായ എന്നുള്ളതായ അർത്ഥത്തിലൊക്കെ ഈ കാദോഷ് എന്ന് പറയുന്ന എബ്രായ ഭാഷ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ ഭാഗത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത് അത് പരിശുദ്ധൻ എന്നുള്ളതായ അർത്ഥത്തിൽ തന്നെയാണ് ആ ഹോളി അല്ലെങ്കിൽ കാദോഷ് എന്നുള്ളതായ പദം. അതുമാത്രമല്ല, പരിശുദ്ധൻ എന്ന് മാത്രമല്ല, അതിനൊരു കുറച്ചുകൂടി സ്ട്രെസ് നൽകാൻ വേണ്ടി ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു, 3 പ്രാവശ്യമല്ല, ഇങ്ങനെ ആവർത്തിച്ച് പരിശുദ്ധൻ 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 എന്ന് സാറാഫുകൾ ഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അവിടെ ദൈവം ഒരു രാജാവാണ്, പിന്നെ എന്താണ്, ദൈവം ഒരു പരിശുദ്ധനാണ്, ശുദ്ധിയുള്ളവനാണ് എന്നുള്ളത് കൂടി വ്യക്തമാക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഉമ്രപ്പടികൾ കുലുങ്ങുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? ഇവരുടെ ശബ്ദം കേൾക്കുന്നു, രാജാവ് ഭയക്കുന്നു, രാജാവിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഉമ്രപ്പടികൾ കുലുങ്ങുന്നു, അതുപോലെ തന്നെ ഉമ്രപ്പടികൾ പുക കൊണ്ട് നിറയുന്നു. അങ്ങനെയൊക്കെയും ആണ് ഈ യെശയ്യാ പ്രവാചകൻ ദൈവത്തെ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ഒരു രാജാവ് മരിക്കുന്ന ആണ്ടിൽ, പിന്നെ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് ഒരു രാജാവ് എന്ന നിലയ്ക്ക്, ഒരു വിശുദ്ധൻ എന്ന നിലയ്ക്ക് അവൻ്റെ ശക്തിയെ വെളിപ്പെടുത്തിക്കൊണ്ട് യെശയ്യാ പ്രവാചകന്റെ മുൻപിലേക്ക് വരികയാണ്. ഇതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പ്രധാനമായിട്ടും ഒരു രാജാവ് മരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ രാജാവ് മരിച്ചതിന് ശേഷം അടുത്ത രാജാവിന് വേണ്ടി ജനം കാത്തിരിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പം ഇതുവരെയുള്ള രാജാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നു. ആ വിലയിരുത്തലിൽ നിന്നുകൊണ്ടാണ് അവരുടെ ദുഃഖം വളരെയധികം കൂടിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 2 ദിനവൃത്താന്തം 26-ാം അധ്യായം വായിക്കുമ്പോൾ ഈ രാജാവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 26-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, കുഷ്ഠരോഗിയായിട്ട് ആ രാജാവ് മരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ രാജാവ് എന്തുകൊണ്ടാണ് കുഷ്ഠരോഗിയായിട്ട് മരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് ഉസിയ രാജാവ് മരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അവിടുന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നത് ഉസിയ രാജാവ് ധാർഷ്ട്യത്തോടെ ദൈവസന്നിധിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു പുരോഹിതന്മാർക്ക് മാത്രം ശേഷിച്ചിരുന്ന, അവർക്ക് മാത്രം നൽകിയിരുന്ന ഒരു ശുശ്രൂഷയിൽ കൈകടത്തുവാൻ തക്കവണ്ണം ഈ രാജാവ് ശ്രമിച്ചു. ആലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ധൂപം കാട്ടുവാൻ ശ്രമിച്ചു. അപ്പോൾ ശരിയായിട്ടുള്ളതായ ശക്തമായിട്ടുള്ളതായ ഒരു വിലക്ക്, ഒരു മുന്നറിയിപ്പും ദൈവം തൻ്റെ പുരോഹിതന്മാരിലൂടെ നൽകിയിട്ടും അതിനെയൊക്കെയും തൃണവൽക്കരിച്ചുകൊണ്ട് മുൻപോട്ട് പോയപ്പോഴാണ് ഇദ്ദേഹത്തിന് നെറ്റിയിൽ കുഷ്ഠം പൊങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അനുസരണക്കേറിൻ്റെ പരിണിത ഫലമായിട്ട് അശുദ്ധിയുള്ള ഒരു മനുഷ്യനായി തീർന്നു. അന്നത്തെ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം എന്ന് പറയുന്നത് അശുദ്ധിയുടെ ഒരു ചിഹ്നമാണ്, അല്ലെങ്കിൽ പാപം മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. എല്ലാ സാഹചര്യത്തിലും രോഗം പാപം മൂലമല്ല, പക്ഷേ ഈ രോഗത്തിന്റെ കാരണം എന്ന് പറയുന്നത് അനുസരണക്കേട് കാണിച്ചപ്പോഴാണ് എന്നുള്ളത് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ രാജാവിന്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യം, ഏകദേശം 5-ാമത്തെ വാക്യം, അതായത് 26-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ദിനവൃത്താന്ത പുസ്തകം, 2 ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്ന, അവിടെ പറയുന്ന ഇപ്രകാരമാണ്, ദൈവത്തെ അന്വേഷിച്ച് നടന്നിരുന്ന കാലത്തോളം ഈ രാജാവിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി സമ്പത്തും ഒക്കെയും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്താണ് അവിടുത്തെ അഭിവൃദ്ധി എന്ന് പറയുന്നുണ്ട്? അതായത് രാജ്യത്ത് കോട്ടകളും മതിലുകളും പണിയുവാൻ സാധിച്ചു, പട്ടാളക്കാർ അതുപോലെ തന്നെ ആയുധങ്ങൾ ശേഖരിക്കുവാൻ സാധിച്ചു, പട്ടാളക്കാർക്ക് ശരിയായ പരിശീലനം നൽകാൻ സാധിച്ചു. അതിലുപരിയായി ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒക്കെയാണ് അടിസ്ഥാന ആവശ്യമെന്ന് പറയുന്നത്. ഇത് നൽകുവാൻ വേണ്ടി ഈ രാജാവിൻ്റെ കാലഘട്ടത്തിൽ കൃഷിയും അതുപോലെ കന്നുകാലികളെ വളർത്തുകയും അവരെ വളർത്താൻ ആവശ്യമായിട്ടുള്ളതായ പുൽമേടുകൾ സൃഷ്ടിക്കുകയും കുളങ്ങൾ കുത്തുകയും അതുപോലെ തന്നെ ഈ കൃഷി ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ അഭിവൃദ്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ രാജാവ് മരിച്ചു.
ഒരു കുഷ്ഠരോഗിയായി മരിച്ചു എങ്കിൽ പോലും, അതായത് ആ രാജാവിൻ്റെ ആത്മീയ വശം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ്. പക്ഷേ ഈ ലൗകികമായിരിക്കുന്നതായ അഭിവൃദ്ധി ആ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ലൗകികമായിരിക്കുന്ന അഭിവൃദ്ധിക്ക് വേണ്ടി ഇനി ആര് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ചിന്തയിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവം വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ അശുദ്ധനായിട്ടുള്ളതായ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നതായ കുഷ്ഠരോഗം ബാധിച്ചു മരിച്ചതായ അശുദ്ധിയുള്ളതായ ഒരു രാജാവിനെ പോലെ അല്ല സ്വർഗത്തിലുള്ള രാജാവ്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്, ആ രാജാവ് സിംഹാസനത്തിൽ നിന്ന് വാഴുന്നത് ശുദ്ധിയോടുകൂടിയാണ്. അപ്പൊ ശുദ്ധിയുള്ള ഏക രാജാവ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ രാജാവ് മാത്രമാണ് എന്ന് യെശയ്യാ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം അവിടെ പറയുന്ന ഇപ്രകാരമാണ്, ഇത് കണ്ടപ്പോൾ, ഇത് മനസ്സിലാക്കിയപ്പോൾ യെശയ്യാ പ്രവാചകന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഉണർന്നു, ബോധമുണർന്നു. യെശയ്യാ പ്രവാചകൻ പറയാണ്, ഞാൻ എത്രമാത്രം പാപിയായിട്ടുള്ളതായ ഒരു മനുഷ്യനാണ്. എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവർത്തികൾ, എൻ്റെ വാക്കുകൾ, ഈ നിമിഷം പോലും ഞാൻ ലൗകികമായിരിക്കുന്ന ഒരു രാജാവിനെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ സ്വർഗത്തിൽ എല്ലാ രാജാക്കന്മാരുടെയും ഇത് ഒരു രാജാവുണ്ട് എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഞാൻ അശുദ്ധനായ മനുഷ്യനാണ്. എന്നിട്ട് യെശയ്യാ പ്രവാചകൻ വ്യക്തമായി പറയാണ്, അശുദ്ധിയുള്ളതായ മനുഷ്യർക്കിടയിലാണ് ഞാൻ വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവാചകന് ബോധ്യപ്പെടുകയാണ്. എന്താണ് ബോധ്യപ്പെടുന്നത്? ഞാൻ അശുദ്ധിയുള്ളതായ മനുഷ്യനാണ്. എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിൽ എൻ്റെ ചുറ്റിനുമുള്ളതായ ഒന്നിനും സാധിക്കത്തില്ല. എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് രാജാതിരാജാവായ സ്വർഗസ്ഥനായ പിതാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. പരിശുദ്ധൻ 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 എന്ന് ആർത്തുഘോഷിക്കുന്ന സറാഫുകളുടെ മധ്യേ വാഴുന്ന ആ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്, ഈ ഒരു ഉള്ളിലൊരു ബോധമുണ്ടായപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ടനായ മനുഷ്യനാണ്, ഞാൻ അശുദ്ധനായ മനുഷ്യനാണ്, ഞാൻ അശുദ്ധിയുള്ളതായ മനുഷ്യർക്കിടയിലാണ് എന്ന് പറയുമ്പോൾ അവനെ ദൈവം ശുദ്ധീകരിക്കുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിനു മാത്രമേ ഈ ലോകത്തിൽ ആരെയും ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ചുറ്റുമുള്ളതായ സുഹൃത്തുക്കൾക്കോ, ചുറ്റുമുള്ളതായ പ്രവാചകന്മാർക്കോ, ചുറ്റുമുള്ളതായ പുരോഹിതന്മാർക്കോ, ചുറ്റുമുള്ളതായ മാനുഷികമായിരിക്കുന്നതായ ഒരു ശക്തിക്കോ ഒരു മനുഷ്യനെ പോലും ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ സാധിക്കത്തില്ല. ദൈവത്തിന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചതായ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുന്നതായ സാഹചര്യത്തിൽ യഥാർത്ഥമായ ശുദ്ധി അവന് ലഭിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഒരു പരീക്ഷണമായി ദൈവം അവിടെ ഒരു നാടകം കളിക്കുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യെശയ്യാ പ്രവാചകനോട് നേരിട്ട് ചോദിക്കാതെ അവിടെയുള്ളതായ മറ്റുള്ളവരോട് ദൈവം ചോദിക്കുകയാണ്, ആർ നമുക്ക് വേണ്ടി പോകും, ആരെ ഞാൻ അയക്കേണ്ടു. യെശയ്യാ പ്രവാചകനോട് നേരിട്ട് ദൈവത്തിന് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ അയക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ ദൗത്യമായി ഞാൻ നിന്നെ അയക്കുകയാണ് എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. എന്താണ് അതിൻ്റെ കാരണം? യെശയ്യാ പ്രവാചകന്റെ ആ ശുദ്ധി അവന് യഥാർത്ഥമായി തിരിച്ചറിയുവാൻ സാധിക്കണം. അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു എന്നുള്ളത്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ ആ ഒരു പരീക്ഷണം എന്ന രീതിയിലുള്ള ചോദ്യത്തിന് വിജയിച്ചു. അവിടെ പറയുകയാണ്, അടിയനിതാ അടിയനെ അയക്കണമേ, അടിയനിതാ അടിയനെ അയക്കണമേ എന്നുള്ളതായ പദം. ഇവിടെ ദൈവം ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി ആർ പോകും, എനിക്ക് വേണ്ടി ആർ പോകും. എബ്രായ പദത്തിൽ ഹലാക്ക് എന്ന് പറയുന്ന ഒരു പദമാണ് പോകും അല്ലെങ്കിൽ പോകാം എന്ന് പറയുന്ന പദം. അതായത് ആംഗ്ലേയ പദത്തിൽ ഗോ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതായ ഈ പദത്തിന് എബ്രായത്തിൽ ഹലാക്ക് എന്ന് പറയുന്ന ഒരു പദമാണ്. അപ്പോൾ ഈ ഹലാക്ക് എന്ന് പറയുന്നതായ പദത്തിന് പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ടു ഗോ, ടു വാക്ക്, പ്രൊസീഡ്, ഇങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ ഇതിന് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. പക്ഷേ ഈ ഭാഗത്ത് ആർ പോകും എന്നുള്ളതായ പദത്തിനാണ് ഹലാക്ക് എന്ന് പറയുന്നതായ എബ്രായ പദം ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് ഒരിടത്തു നിന്നും മിഷൻ എന്നുള്ളതായ വാക്ക് കാണാൻ തക്കവണ്ണം സാധിക്കത്തില്ല. പക്ഷെ എവിടെ നിന്നാണ് ഓരോ സഭയ്ക്കും അതിൻ്റെ ദൗത്യം ഉണ്ടായത്, അല്ലെങ്കിൽ മിഷൻ ഉണ്ടായത്? ഗോ, പോകുക എന്ന് പറയുന്നതായ വാക്കിൽ നിന്നാണ്. നമുക്കറിയാം, ഒരു ഗ്രേറ്റ് കമ്മീഷനിൽ ഒരു വലിയ ദൗത്യവുമായി തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നതാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങൾ പോകുക. ഗോ എന്നുള്ളതായ പദം, ഗോ ആൻഡ് ടീച്ച് എന്നുള്ളതായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഹലാക്ക് എന്ന് പറയുന്നതായ എബ്രായ പദമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗ്രീക്ക് പദത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെയൊക്കെയും ഹലാക്ക് എന്ന് പറയുന്നതായ പദം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പോകുക. അപ്പോൾ പോകാൻ പറയുന്നതായ സാഹചര്യങ്ങളൊക്കെയും ദൈവം ഒരു ദൗത്യം നൽകുന്നതായ ഒരു സാഹചര്യമാണ്. അങ്ങനെയാണ് ഈ അധ്യായം ഗോ എന്നുള്ള പദമുള്ളത് കൊണ്ടാണ് ഒരു മിഷന് വേണ്ടി യെശയ്യാവിനെ വിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം എന്ന് പറയുന്നത് യോശുവയുടെ പുസ്തകമാണ്. ഈ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതായ പാഠം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അവിടെയും ഗോ എന്ന് പറയുന്നുണ്ട്, അതായത് ഹലാക്ക് എന്ന പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് 7-ാമത്തെ വാക്യം, 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നൽകിയിട്ടുണ്ട്. അത് 8-9 വാക്യം വായിക്കുമ്പോൾ 9-ാമത്തെ വാക്യത്തിലും പിന്നെയും പറയുന്നുണ്ട്, ഗോ എന്ന് പറയുന്നുണ്ട്. അവിടെ യോശുവയോട് പറയുമ്പോൾ, ഗോ എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ പോകുന്ന ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ്? ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക. നിങ്ങൾ ധൈര്യം, ബി സ്ട്രോങ്. പിന്നെ നിങ്ങൾ എന്താണ്? ഉറപ്പുള്ളവരായിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ദൗത്യ നിർവഹണത്തിന് നിങ്ങൾക്ക് എന്താണ്? ദൈവത്തിൻ്റെ ഈ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ, ഉറപ്പോടെ മുൻപോട്ട് പോകുക എന്ന് പറയുകയാണ്. ഇവിടെ യെശയ്യാ പ്രവാചകനോട് അപ്രകാരം തന്നെ പറയുകയാണ്, നീ പോകുക എന്ന് പറയുകയാണ്. 9-ാമത്തെ വാക്യം പറയുന്നത്, അതുകൊണ്ട് അവൻ സെൻഡ് മീ എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ എന്നെ അയക്കുക എന്ന് പറയുമ്പോൾ പറയുകയാണ്, നീ പോകുക. പോയതിന് ശേഷം എന്താണ് അവിടെ പറയുന്നത്? ആ പദം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ പറയുന്നത്, നീ ചെന്ന് ഈ ജനത്തോട്, അവിടെ പറയുന്ന പ്രകാരമാണ്, ഈ ജനത്തോട് എന്നുള്ളതായ പദമാണ്. ദിസ് പീപ്പിൾ. ദൈവം തന്നെ ജനത്തെ പലപ്പോഴും അഭിസംബോധന ചെയ്യുമ്പോൾ മൈ പീപ്പിൾ അല്ലെങ്കിൽ എൻ്റെ ജനം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം സ്നേഹം കൂടുതൽ അവിടെ പ്രകടമാകുന്നത് എൻ്റെ ജനം എന്ന് വിളിക്കുമ്പോഴാണ്, അല്ലേ? അല്ലെങ്കിൽ ആ ഇൻറ്റിമസി അല്ലെങ്കിൽ ആ അടുപ്പം കൂടുതൽ അറിയപ്പെടുന്നത് എൻ്റെ ജനം എന്ന് പറയുമ്പോഴാണ്. ഒരുപക്ഷെ ഈ ജനം എന്ന് പറയുമ്പോൾ അതിന് ഒരു ശകലം അകൽച്ച നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നീരസം നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? ജനം മറുതലിക്കുകയാണ്, ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. അതുകൊണ്ട് ദൈവം പറയണം, ഈ ജനത്തോട് നീ പറയേണ്ടത് എന്താണ് പറയുന്നത്? ഇതുവരെ നിന്നോട് പറഞ്ഞിരുന്നതായ കാര്യങ്ങൾ നീ കേട്ടിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാക്കുന്നില്ല എന്ന് പറയണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ആ ഭാഗം വായിക്കുമ്പോൾ ഒരു വലിയ സത്യം അതിൽ നിലകൊള്ളുകയാണ്. അവിടെ ഇപ്പോൾ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ദൗത്യമാണ് യെശയ്യാ പ്രവാചകന് നൽകുക എന്ന് പറഞ്ഞാൽ, പറയുക ആ ജനത്തോട്, നിങ്ങൾ ദൈവത്തോട് മറുതലിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരിക, നിങ്ങൾ അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇതിങ്ങനെ ആവർത്തിച്ച് പറയാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ചോദിക്കുകയാണ്, എത്രത്തോളം ഞാനിത് പറയണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൽ തന്നെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ചും ഈ ദൗത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്രകാരമാണ്, ഒരുപക്ഷെ നമ്മൾ ഇവിടെ കാണുന്നത്, ഒരു ദൗത്യം നൽകുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്, ഈ ദൗത്യം നൽകുന്നതായ വ്യക്തി ആ ദൗത്യത്തിൻ്റെ വിജയത്തെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ വിജയം സംഭവിക്കും എന്നുള്ളതായ ഒരു പ്രസ്താവന നടത്തുന്നില്ല. ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്, ജനത്തിൻ്റെ മനസ്സ് കഠിനമാക്കിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ ഫാറ്റ് ഹാർട്ട് എന്നുള്ള ഒരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഹൃദയത്തെ തടുപ്പിക്കുകയാണ്, കണ്ണിനെ അവർ മൂടിക്കളയുകയാണ്, അല്ലേ? അവർ കാണാതെ അവർ മൂടിക്കളയുകയാണ്. അപ്പം മനഃപൂർവ്വം ജനം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മറുതലിക്കുന്നതിനെ കുറിച്ച് കൂടി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവാചകന് ഉള്ളതായ ദൗത്യം എന്ന് പറഞ്ഞാൽ ജനത്തോട് പറയുക എന്നുള്ളതായ ദൗത്യമാണ്. പക്ഷെ യെശയ്യാ പ്രവാചകനോട് ദൈവം പറയുന്ന ഒരു സത്യം കൂടിയുണ്ട്. എന്താണ്? അതിൽ നീ ഒരുപക്ഷെ വിജയിച്ചു എന്ന് വരികയില്ല, നിനക്കൊരു നല്ല റിസൾട്ട് ഉണ്ടായി എന്ന് വരികയില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യുക? നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക. 11, 12, 13 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യം എപ്രകാരമാണ്. എന്താണ് പറയുന്നത്? അവർ അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് എത്രത്തോളം എന്ന് യെശയ്യാ പ്രവാചകൻ ചോദിക്കുമ്പോൾ പറയുകയാണ്, എല്ലാം ശൂന്യമാകുന്ന ഒരു സാഹചര്യം വരെ, ആ ഒരു സാഹചര്യം വരെ നീ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇനി അത് കഴിഞ്ഞും നീ നിർത്തരുത് എന്നുള്ളതായ അർത്ഥത്തിൽ തന്നെയാണ് ദൈവം അവിടെ സംസാരിക്കുന്നത്. അവിടെ പറയുകയാണ്, അപ്പോഴും ശേഷിക്കുന്ന കുറ്റികളുണ്ട്, അല്ലെങ്കിൽ ശേഷിക്കുന്നതായ നല്ല ജനമുണ്ട്. ആ ജനത്തിൽ നിന്നും വീണ്ടും ഈ ജനം എന്ത് ചെയ്യും? ഉയർത്തു വരും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്, ദൗത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ദൈവത്തിൻ്റെ മഹത്തായ കരുണയെക്കുറിച്ചും പറയുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം പറയുകയാണ്, എന്താണ് പറയുന്നത്? ഹോളി സീഡ്, ഒരു വിശുദ്ധ വിത്ത് അല്ലെങ്കിൽ ജനം, അല്ലെങ്കിൽ ഒരു ഹോളി സീഡ്. അതായത് ഇവരെയൊക്കെയും വീണ്ടെടുക്കുന്നതായ യേശുവിനെ കുറിച്ച് പോലും, അല്ലെങ്കിൽ ആ യേശുവിലുള്ള നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടരുന്നു പോലും ഈ അധ്യായത്തിൽ പറയുകയാണ്. കേൾക്കുക, ഇവിടെ മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യം, യെശയ്യാ പ്രവാചകനോട് പറയാണ്, നിന്നെ ഞാൻ ഒരു ദൗത്യമായി അയക്കുകയാണ്, ജനത്തോട് പറയുക എന്ന ദൗത്യമാണ്. പക്ഷെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്റെ ദൗത്യം
നിനക്ക് വിജയകരമായി പൂർത്തീകരിക്കാമെന്ന് നീ ചിന്തിക്കേണ്ട. നിന്റെ ദൗത്യം ഒരു പക്ഷേ പരാജയപ്പെട്ടേക്കാം. പക്ഷേ നീ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്റെ ദൗത്യം പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ പുരോഗമിക്കുക, നിന്റെ ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഈ ദൈവസന്നിധിയിൽ ഒരു ദൗത്യമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരാണ്, അല്ലേ? അതായത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്കൊക്കെയും ദൈവം നൽകിയിരിക്കുന്ന ഒരു ദൗത്യമാണ് ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ സദ്വാർത്ത, സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അത് ഈ ക്രിസ്തീയ സമൂഹത്തിലുള്ള എല്ലാവരും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. കാരണം ക്രിസ്തു പറയുന്നത് അപ്രകാരമാണ്, ശിഷ്യന്മാരെ അയച്ചത് അപ്രകാരമാണ്, ശിഷ്യന്മാർ ഓരോരുത്തരെയും ശിഷ്യന്മാരാക്കിയതിനു ശേഷം അവരോടും പറയുന്നത് അങ്ങനെയാണ്, ഇന്നത്തെ വിശ്വാസികളോടും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് കണ്ടുവരുന്ന ഒരു വലിയ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത്, ദൈവം പോലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ ദൗത്യത്തിൻ്റെ അവസാനം ഒരു വിജയകരമായിട്ടുള്ളതായ ഒരു റിസൾട്ട് നിനക്ക് ലഭിക്കുകയില്ല. പക്ഷെ അവിടെ നിന്റെ വിജയകരമായിട്ടുള്ളതായ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളതായ റിസൾട്ടിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിന്റെ ജീവിതത്തിൽ നൽകേണ്ടത് നിന്റെ ശുശ്രൂഷയിലുള്ളതായ നിന്റെ ആത്മാർത്ഥതയ്ക്കാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇവിടെ ദൈവം ഉറപ്പ് നൽകുകയാണ്, അല്ലെങ്കിൽ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിന്റെ ജീവിതമുടനീളം നീ നിന്നിൽ ഏൽപ്പിച്ചതായ ദൗത്യം, ജനത്തോട് പറയേണ്ടതായ കാര്യം നീ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. അതിനൊരു വിധത്തിലെയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ പറയുന്നതായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സെൻഡ് മീ എന്നുള്ളതായ വാക്കാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു പക്ഷേ യെശയ്യാ പ്രവാചകന് എന്നെ അയക്കണമേ എന്ന് പറയുന്നതിന് പകരം ഞാൻ പോകാം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പോകാം എന്ന് പറയുന്നതിനും എന്നെ അയക്കണമെന്ന് പറയുന്നതിനും രണ്ടും ഒരേ അർത്ഥമാണെങ്കിലും കൂടുതൽ തീവ്രത എന്നെ അയക്കണമേ എന്ന് പറയുന്നതിലാണ്. ഒരു പക്ഷെ ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ തക്കവണ്ണം ഇടയാവും. അതായത് നമ്മൾ കേരളത്തിലൊക്കെ പല കടകളിലും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഇപ്പോൾ അത് കാണുന്നില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഈ കടം കൊടുക്കുന്നത് ഈ കടക്കാർക്ക് വലിയ നഷ്ടമാണ്. അതായത് കൃത്യസമയത്ത് കടം മേടിക്കുന്ന ആൾക്കാർക്ക് തിരിച്ച് പൈസ കൊടുത്തില്ലെങ്കിൽ ഈ സാധനങ്ങൾ കടം കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ എഴുതി വെക്കും. എന്താണ് എഴുതി വെക്കുന്നത്? ഈ ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ എഴുതി വെക്കും. എന്താണ് എഴുതി വെക്കുന്നത്? നിങ്ങളൊരു പക്ഷേ അതിനെക്കുറിച്ച് അറിയാം. ഇന്നു രൊക്കം നാളെ കടം. അതായത് ഇന്ന് രൊക്കം പൈസ നൽകി മേടിക്കുക, നാളെ നിങ്ങൾക്ക് കടം തരാമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ എന്താണ് ഇത് വായിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഇന്ന് ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്ത് മേടിക്കാം, നാളെ എനിക്ക് പൈസ ഇല്ലാതെ വരുമല്ലോ, അപ്പം ഞാൻ എന്ത് ചെയ്യാം, കടം വാങ്ങാന്ന് പറഞ്ഞു. നാളെ വന്നും ഞാൻ ആ കടയിൽ നിന്നും കടം വാങ്ങാൻ ശ്രമിക്കുമ്പോഴും അന്നും എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇന്ന് രൊക്കം നാളെ കടം. അങ്ങനെ ഒരിക്കലും ആ കടയിൽ നിന്ന് എനിക്ക് കടം വാങ്ങാൻ തക്കവണ്ണം സാധിക്കത്തില്ല. ആ കടക്കാരൻ രക്ഷപ്പെടുകയാണ്. എന്താണ്? കടം കൊടുക്കാതെ രക്ഷപ്പെടുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ചെല്ലുമ്പോഴും ഇന്ന് രൊക്കം നാളെ കടം, ഇന്ന് രൊക്കം നാളെ കടം, നാളെ ചെല്ലുമ്പോഴും അങ്ങനെ, മറ്റന്നാൾ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ ഐ വിൽ ഗോ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്വതേ ഉള്ളതായ, അല്ലെങ്കിൽ ആ മനുഷ്യൻ പരിപൂർണമായും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാൻ, വേല ചെയ്യുവാൻ, ദൗത്യം പൂർത്തീകരിപ്പാൻ പുറപ്പെടാം, പോകാം എന്ന് പറയുന്നതാണ്. അതിൽ ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ ആത്മാർത്ഥത ഉണ്ടാകണം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അവിടെ നമ്മൾക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ അശുദ്ധിയുള്ളതായ മനുഷ്യനാണ്, മനുഷ്യൻ അപൂർണനായ മനുഷ്യനാണ്. നാളെ, ഇന്ന് ഞാൻ തീരുമാനിക്കുക തീരുമാനത്തിൽ നാളെ എനിക്ക് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധിക്കത്തില്ല, സ്വതവേ എനിക്കൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് നാളെ എന്ത് ചെയ്യും? ഞാൻ പോകാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പോകാതിരിക്കും, അല്ലെങ്കിൽ ഞാൻ പോകാതിരിക്കും. അപ്പം നാളെ വീണ്ടും ചോദിക്കുകയാണ്, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുമ്പോൾ ഐ വിൽ ഗോ. മറ്റന്നാൾ ചോദിക്കുമ്പോഴും ഐ വിൽ ഗോ. പക്ഷേ ഈ സെൻഡ് മീ എന്ന് പറയുന്നതിന് ഒരു കുറച്ചുകൂടി തീവ്രതയുണ്ട്, അല്ലെങ്കിൽ തീഷ്ണതയുണ്ടെന്ന് ഞാൻ പറയാനുള്ള കാര്യം, ഐ വിൽ ഗോ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എന്നിൽ മാത്രം ഉത്തരവാദിത്തപ്പെട്ടതായ ഒരു കാര്യമാണ്. പോകാതിരുന്നാൽ അതെൻ്റെ തെറ്റാണ്, വീഴ്ചയാണ്. എന്നാൽ സെൻഡ് മീ എന്ന് പറയുമ്പോൾ എന്നെ അയക്കുന്നവനും കൂടി എൻ്റെ മേലൊരു ഉത്തരവാദിത്തം ഉണ്ട്. ഞാൻ അയക്കപ്പെട്ടവനാണ്, എന്നെ അയച്ചവന് എൻ്റെ മേൽ വലിയ നിയന്ത്രണം ഉണ്ടാകണം എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പറയുന്ന പദം സെൻഡ് മീ, എന്നെ അയക്കണമേ. യെശയ്യാ പ്രവാചകനും അത് തന്നെയല്ലേ പറഞ്ഞേ? എന്നെ അയക്കണമേ.
കാരണം എന്നെ അയക്കുക മാത്രമല്ല, എൻ്റെ മേൽ അങ്ങയുടെ നിയന്ത്രണം ഉണ്ടാകണം. എൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം എന്നെ ശക്തിപ്പെടുത്തുന്ന, എന്നെ എനിക്ക് ധൈര്യം പകരുന്ന അങ്ങയുടെ കരുതൽ, കൂട്ട് എന്നോടൊപ്പം ഉണ്ടാകണം. അങ്ങയുടെ നിയന്ത്രണം എന്നോടൊപ്പം ഉണ്ടാകണം. എൻ്റെ ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറിപ്പോകാതെ മുൻപോട്ട് തന്നെ പോകുവാൻ അങ്ങയുടെ വഴിനടത്തൽ എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് ഒരു പൂർണ്ണമായിട്ടുള്ളതായ സമർപ്പണമാണ്. അപ്പം ഐ വിൽ ഗോയേക്കാളും കൂടുതൽ തീഷ്ണതയും തീവ്രതയും സെൻഡ് മീ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്നെ അയക്കണം എന്ന് പറയുന്ന പദത്തിനുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, മിഷൻ എന്ന വാക്ക് വേദപുസ്തകത്തിലില്ല. ഗോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മിഷൻ നൽകി ദൈവം അയക്കുന്നതാണ്. അങ്ങനെ എല്ലാ സഭകൾക്കും ഉള്ളതുപോലെ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയായിരിക്കുന്ന ഞങ്ങൾക്കും ഒരു മിഷൻ ഉണ്ട്. ആ മിഷൻ എന്താണ് എന്ന് ഞാൻ ഇതിൻ്റെ അടുത്ത ഭാഗത്ത് പറയാം. ആ മിഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാരായിട്ടുള്ളതായ ഞങ്ങളും ഇത് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഞാൻ പോകാമെന്നും എന്നും പറയുന്നതിനേക്കാൾ, ആവർത്തിച്ചു പറയുന്നതിനേക്കാൾ എന്നെ അയക്കണമെന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ പറയുന്നതാണ് നല്ലത്. എന്നെ അയക്കണമേ എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ളതായ എൻ്റെ ദൗത്യ നിർവഹണത്തിന് അങ്ങയുടെ കാവലും കരുതലും കൂട്ടും ഉണ്ടാകണമെന്ന് സ്വയമായി സമർപ്പിക്കുന്നതായ, അംഗീകരിക്കുന്നതായ ഒരു സാഹചര്യമാണ്. എൻ്റെ മുൻപിലുള്ള ദൗത്യത്തിൽ എനിക്ക് പൂർണ്ണമായി വിജയിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. ഒരുപക്ഷെ നല്ല റിസൾട്ട് എനിക്ക് നേടുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല, അല്ലെങ്കിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. പക്ഷെ എന്നെ ഏൽപ്പിച്ചതായ ദൗത്യം വിശ്വസ്തയോടെ, കൃത്യതയോടെ പുരോഗമിക്കുവാൻ, പൂർത്തീകരിക്കുവാൻ എനിക്ക് കഴിയണം. ആ ഉറപ്പും ധൈര്യത്തോടു കൂടി ദൈവസന്നിധിയിൽ നമുക്ക് യെശയ്യാ പ്രവാചകനോട് ചേർന്ന് പറയാം, സെൻഡ് മീ, എന്നെ അയക്കണമേ, അടിയനിതാ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും ദിവസത്തിലും സ്നേഹിക്കുന്ന കർത്താവെ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥ, അടിയങ്ങൾ കേട്ടതായ വചനപ്രകാരം അടിയങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അടിയങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലരും ഈ അവസാനമുള്ളതായ വിജയത്തെയും അതിൻ്റെ റിസൾട്ടിനെയും കർത്താവെ ആണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ദൈവം ലക്ഷ്യം വെക്കുന്നത് മനുഷ്യനിൽ ഏൽപ്പിക്കപ്പെട്ടതിലെ ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളതിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങ് അടിയന്മേൽ ഏൽപ്പിച്ചിരിക്കുന്നതായ, അടിയങ്ങളെ അയച്ചിരിക്കുന്നതായ ഈ ദൗത്യത്തിനായി അടിയങ്ങളുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുവാൻ തക്കവണ്ണം കർത്താവെ, അത് വിശ്വസ്തയോടെ, കൃത്യതയോടെ, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കർത്താവെ പൂർത്തീകരിക്കാൻ, അടിയങ്ങളുടെ ജീവിതത്തിലുടനീളം അത് പുരോഗമിപ്പിക്കുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചോദിച്ചാൽ അധികം വന്നിരിക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു, പിതാവേ, ആമേൻ. നമുക്ക് വീണ്ടും കാണാം. അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ മിഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നിങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.